ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എങ്ങനെയെങ്കിലും ജയിലിൽ തന്നെ കേജ്രിവാളിനെ ഇടണം. പുറത്തേക്ക് ഒരു തരത്തിലും വരരുത് എന്ന ഉദ്ദേശം തന്നെയാണ്. അതിന് വേഗത്തിൽ കാര്യങ്ങൾ നീക്കുക തന്നെയാണ്. നാളെ കുറ്റപത്രം നൽകാനിരിക്കുന്നതും അങ്ങനെയാണ്. കേജ്രിവാളിനെതിരെ നേരത്തെ തെളിവുകളില്ല എന്നാണ് മൊഴി നൽകിയവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ കേജ്രിവാളാണ് സൂത്രധാരൻ എന്ന രൂപത്തിലേക്കാണ് കുറ്റപത്രം തയ്യാറാക്കുന്നത്. ഇന്നിപ്പോൾ ഇടക്കാല ജാമ്യത്തിൽ വിധി പറയാനിരിക്കെ എന്നൊരു പുതിയൊരു സത്യവാങ്മൂലം കൂടി കൊടുത്തിരിക്കുകയാണ്. ആ സത്യവാങ്മൂലം ശരിക്കും ഒരു രാഷ്ട്രീയ ആഘാതം പുറത്തിറങ്ങിയാലുള്ള രാഷ്ട്രീയ ആഘാതം ഭയന്നുകൊണ്ടുള്ള സത്യവാങ്മൂലമാണ്. റൈറ്റ് ടു ക്യാമ്പയിൻ എന്നുള്ളത് ഭരണഘടനാ അവകാശമല്ല എന്ന് പറയുന്നു. വിവിധതരം തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന രാജ്യമാണ്, അതിൻ്റെ പേരിൽ ജാമ്യം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നു. കേജ്രിവാളിന് പ്രത്യേക പരിഗണന നൽകി ജാമ്യം നൽകുന്നത് നിയമവാഴ്ച തകർക്കുകയാണെന്ന് പറയുന്നു. പൗരന്മാരെ രണ്ട് തട്ടിലാക്കുന്നു എന്ന് പറയുന്നു. രാഷ്ട്രീയക്കാർക്ക് പ്രത്യേക പരിഗണന എന്നുള്ള അവകാശപ്പെടാനാവുന്നില്ല എന്ന് പറയുന്നു. ആദർശരഹിതരായ രാഷ്ട്രീയക്കാർക്ക് കുറ്റകൃത്യം ചെയ്യാനുള്ളൊരു പ്രേരണ ഇത് നൽകുമെന്ന് പറയുന്നു. അപ്പോൾ കസ്റ്റഡിയിലിരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് വിജയിച്ച പ്രസിഡൻസ് ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ എന്നുകൂടിയാണ് ഈ സത്യവാങ്മൂലത്തിലൊക്കെ പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് തടയുക എന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ വ്യക്തവുമാണ്. ഈ പറഞ്ഞതുപോലെ 3 തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഡൽഹിയിൽ നടക്കാനിരിക്കുന്നത് 25-ന്, ഹരിയാനയിലും 25-ന്, ജൂൺ 1-ന് പഞ്ചാബിൽ നടക്കാനിരിക്കുന്നു. ഈ 3 തെരഞ്ഞെടുപ്പിലേക്കും പ്രചാരണത്തിന് കേജ്രിവാൾ ഇറങ്ങുന്നത് ഇവർക്ക് ആലോചിക്കാനേ വയ്യ. ഇപ്പോൾ മോദിയുടെ പ്രചാരണത്തിൽ ഇപ്പോൾ ഇന്നലെ തന്നെ കണ്ടില്ലേ ഏതിലേക്കൊക്കെയാണ് എത്തുന്നത്, മോദി എന്തൊക്കെയാണ് പറയുന്നത്, നമുക്ക് തന്നെ ഏത് തരത്തിലേക്കാണ് പോകുന്നത് ബോധ്യമാകാത്ത രീതിയിൽ ജൽപ്പനങ്ങളാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: ദ്രൗപദി മുർമു കറുത്ത നിറമുള്ള ആളായതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാതിരുന്നത്. അപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായി എവിടേക്കോ ഏതൊക്കെയോ ഘട്ടത്തിലൊക്കെ വിളിച്ചു പറയുന്ന ഒരു രൂപത്തിലേക്ക് മോദി എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഡൽഹിയിൽ 2019 തെരഞ്ഞെടുപ്പ് പ്രകാരമാണെങ്കിൽ BJPക്ക് 50% വോട്ട് കിട്ടിയതാണ്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടി ജയിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കാര്യങ്ങൾ മാറ്റിമറിക്കുമെന്നുള്ള വലിയ ഭയമുണ്ട്. പഞ്ചാബിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്താണ് അവസ്ഥ? അവിടെ ഇപ്പോൾ അവിടുത്തെ BJP സ്ഥാനാർത്ഥികൾക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ കർഷകരോഷം അത്ര ശക്തമാണ്. ഡൽഹിയിലേക്ക് ഞങ്ങളെ കയറ്റുന്നില്ലെങ്കിൽ ഇവിടേക്കും വരണ്ട എന്ന രൂപത്തിലാണ് അവിടെ വലിയ പ്രതിഷേധം വരുന്നത്. അവിടെ ഇപ്പോഴും 2 കർഷകർ മരിച്ച സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രതിഷേധങ്ങളൊന്നും ആ രൂപത്തിൽ പുറത്തേക്ക് വരുന്നില്ല, നമ്മൾ അറിയുന്നില്ല. അത്രയ്ക്ക് ശക്തമായിട്ട് പ്രതിഷേധമാണ്. അപ്പോൾ അവിടെ പഞ്ചാബിൽ നില പരിങ്ങലിലാണെന്നുള്ളൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു. അവിടേക്ക് ഈ കർഷകരോഷത്തിനൊപ്പം കേജ്രിവാൾ കൂടി പ്രചാരണത്തിലെത്തിയുള്ള ഒരു സാഹചര്യം ആലോചിച്ച് നോക്കൂ. അത് തീർച്ചയായും ഭയക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു രൂപത്തിലും കേജ്രിവാളിനെ പൂട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ രാജ്യദ്രോഹി എന്ന് ബ്രാൻഡ് ചെയ്യാനുള്ള ശ്രമമാണ്. ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ മറ്റൊരു കേസ് കൂടി കൊടുക്കുകയാണ്. NIA അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഖലിസ്ഥാൻ ബന്ധം അവിടെ വെച്ച് മറ്റേ ഗുൽവന്ത് സിംഗ് പന്നുവുമായി ന്യൂയോർക്കിൽ വെച്ച് ഒരു ചർച്ച നടത്തി, ഒരു ഗുരുദ്വാരയിൽ വെച്ച് ചർച്ച നടത്തി. ആ ചർച്ച പ്രകാരം $16 മില്യൺ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യദ്രോഹിയാണ് കേജ്രിവാൾ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ നേരത്തെ ഹേമന്ത് സോറനെയൊക്കെ പോലെ കേജ്രിവാളും മുഖ്യമന്ത്രി സ്ഥാനം അങ്ങ് രാജിവെച്ചേക്കും ഈ കേസിലേക്ക് വരുമ്പോൾ എന്നാണ് BJP പ്രതീക്ഷിച്ചത്. അത് സംഭവിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ഈ സഞ്ജയ് സിംഗിന് ജാമ്യം കൊടുത്ത ഘട്ടത്തിൽ ആ വിധിയിൽ തന്നെ കോടതി വളരെ വിശദമായ വിധിയാണ്. ആ വിധിയിൽ തന്നെ പറയുന്നുണ്ട് ഈ കേസിന് തെളിവുകളുടെ പിൻബലമില്ല എന്ന്. അപ്പോൾ കേജ്രിവാളിന് ജാമ്യം കൊടുക്കുമ്പോൾ ആ തരത്തിലൊരു ശക്തമായ പരാമർശം സുപ്രീം കോടതിയിൽ നിന്ന് വന്നാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ജാമ്യം ലഭിക്കുകയും ഈ തരത്തിലുള്ളൊരു കേന്ദ്രത്തിനെതിരായ വിമർശനം വരികയും കൂടി 2 കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലുള്ള ആശങ്ക വലിയ രീതിയിലാണ്. അപ്പോൾ ആ രാഷ്ട്രീയ ആഘാതം ഭയന്നുകൊണ്ടാണ് കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേക സത്യവാങ്മൂലവും നാളത്തെ കുറ്റപത്രവും അതാണ് സൂചിപ്പിക്കുന്നത്, പുറത്തിറങ്ങരുതെന്നുള്ളതാണ്. പക്ഷേ കോടതി കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്, അതിന്മേൽ ഉറച്ചു നിൽക്കുമെങ്കിൽ. Meet the editors.